മഹാനായ ഷംസുദ്ദീൻ അഷേഖ് മുഹമ്മദ് ബിനു അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ യാത്ര ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്ങര ഷേഖ് പള്ളിയിലാണ് ഷംസുദ്ദീൻ അഷേഖ് മുഹമ്മദ് അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഞ്ചേരിയിൽ നിന്നും 46 കിലോമീറ്ററാണ് ഇടിയങ്ങര ഷേഖ് പള്ളിയിലേക്കുള്ളത്. 500 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ നാടായ ഹിംസിൽ നിന്നും കച്ചവടാവശ്യാർത്ഥം കോഴിക്കോടെത്തിയ ഷേഖ് അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് ഷേഖ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിനു അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു. ഹിജ്റ വർഷം 930 ഷേഖ് ഷംസുദ്ദീൻ മുഹമ്മദ് അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹൃദിസ്ഥമാക്കി. ശേഷം ദീനി വിഷയത്തിൽ ആയത്തിലുള്ള അറിവ് കരസ്ഥമാക്കുകയും അയോധന കലകളായ വാൾപ്പയറ്റ്, അസ്ത്രപ്രയോഗം തുടങ്ങിയവയിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു. തികഞ്ഞ സൂഫി വര്യനായിരുന്നു മഹാനായ ഷേഖ് ഷംസുദ്ദീൻ മുഹമ്മദ് അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക പ്രബോധനത്തിനും കച്ചവടത്തിനുമായി വിവിധ നാടുകൾ ചുറ്റിക്കറങ്ങുക മഹാനവരുകളുടെ പതിവായിരുന്നു. മഹാന്റെ പ്രബോധന ഫലമായി ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത നിരവധി കറാമത്തുകൾക്കുടമയാണ് മഹാനായ ഷേഖ് ഷംസുദ്ദീൻ മുഹമ്മദ് അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പഞ്ചസാര ചാക്കുകളുമായി രാജകൊട്ടാരത്തിലേക്ക് തൊഴിലാളികൾ പോവുകയായിരുന്നു. മഹാനവറുകൾ ചോദിച്ചു, ചാക്കുകളിൽ എന്താണ്? തൊഴിലാളികൾ തമാശയായി പറഞ്ഞു, ചാക്കുകളിൽ ഉപ്പാണ്. ഉപ്പാണെങ്കിൽ ഉപ്പ്, മഹാനവറുകൾ പ്രതിവചിച്ചു. തൊഴിലാളികൾ കൊട്ടാരത്തിലെത്തി ചാക്കുകൾ തുറന്നു നോക്കിയപ്പോൾ അത്ഭുതം, പഞ്ചസാരയെല്ലാം ഉപ്പായി മാറിയിരിക്കുന്നു. മഹാനവറുകളുടെ മഹത്വം മനസ്സിലാക്കിയ രാജാവും പരിവാരങ്ങളും മാപ്പ് ചോദിക്കുകയും വലിയ ആദരവ് നൽകുകയും ചെയ്തു. ഹിജ്റ വർഷം 980 റജബ് 15 ഷേഖവറുകൾ വഫാത്താകുന്നത്. മഹാനായ മമ്പുറം തങ്ങൾ ഇടയ്ക്കിടെ സിയാറത്തിന് വരാറുണ്ടായിരുന്നു ഇവിടെ. ദൂരെ ചെരിപ്പഴിച്ചു വെച്ച് വളരെ വിനയാന്വിതനായാണ് മമ്പുറം തങ്ങൾ വന്നിരുന്നത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, മടവൂർ CM വലിയുല്ലാഹി, തൃപ്പനച്ച് മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരും ഇവിടെ സിയാറത്തിന് വരാറുണ്ടായിരുന്നു. വർഷം തോറും വളരെ വിപുലമായി തന്നെ ഇവിടെ ഉറൂസ് മുബാറക്ക് നടക്കാറുണ്ട്. അപ്പവാണിഭ നേർച്ച എന്നാണ് ഇവിടുത്തെ ഉറൂസ് അറിയപ്പെടുന്നത്. ഉറൂസിന് ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. അന്നേ ദിവസം വിവിധ തരം അപ്പങ്ങൾ മക്കാമിലേക്ക് നേർച്ചയായി എത്തുന്നു. അള്ളാഹു മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.